Hi everyone, my name is Lija John. Today I'm going to show you an interesting book which is 7 Habits of Highly Effective People authored by Stephen R. Covey. ഈ ഒരു ബുക്ക് എൻ്റെ കയ്യിൽ കിട്ടിയിട്ട് അറൗണ്ട് 7 months എബോ ആയി. ഞാൻ ഇത് അടുത്തുള്ളൊരു പബ്ലിക് ലൈബ്രറിയിൽ നിന്ന് എടുത്തൊരു ബുക്കാണ്. പക്ഷേ കുറച്ച് തിരക്കൊക്കെ കാരണം ഈ ഒരു ബുക്ക് എനിക്ക് വായിക്കാൻ കുറച്ച് ലേറ്റ് ആയിപ്പോയി. അടുത്ത സമയത്താണ് ഈ ഒരു ബുക്ക് ഞാൻ വായിച്ച് ഫിനിഷ് ചെയ്തത്. പല മോട്ടിവേഷൻ സ്പീക്കേഴ്സും എപ്പോഴും എടുത്തു പറയുന്ന ഒരു ബുക്കാണ് ഈ ഒരു 7 ഹാബിറ്റ്സ് ഓഫ് ഹൈലി എഫക്റ്റീവ് പീപ്പിൾ. സ്റ്റീഫൻ ആർ കോവേ എന്ന് പറയുന്ന വേൾഡ് ഫേമസ് ആയിട്ടുള്ളൊരു ഓഥറാണ് അദ്ദേഹം. അതുപോലെ അദ്ദേഹം കോർപ്പറേറ്റ് ട്രെയിനറാണ്. പല മേഖലകളിൽ കഴിവ് തെളിയിച്ച വളരെ പോപ്പുലർ ആയിട്ടുള്ളൊരു മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ഒരു ബുക്ക് ലോകത്തിലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് സെല്ലിംഗ് ബുക്സിൽ ഒന്നാണ്. മാത്രമല്ല മോട്ടിവേഷണൽ ക്ലാസ്സുകളിൽ അല്ലെങ്കിൽ കോർപ്പറേറ്റ് ട്രെയിനിങ് അങ്ങനെയുള്ള ഏതൊരു ഇവൻറ്റിലാണെങ്കിൽ പോലും ഈ ഒരു ബുക്ക് പലപ്പോഴും ഡിസ്കസ് ചെയ്യപ്പെടാറുണ്ട്. ഞാനും പലരും ഈ ഒരു ബുക്കിനെ പറ്റി ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്. എൻ്റെ ഫ്രണ്ട്സിൽ കുറച്ച് പേരുടെയൊക്കെ കയ്യിൽ ഈ ഒരു ബുക്ക് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതെനിക്ക് വായിക്കാൻ പറ്റിയിട്ടില്ല. മാത്രമല്ല പൊതുവേ എനിക്ക് മോട്ടിവേഷണൽ ബുക്സ് ഭയങ്കര ഇഷ്ടമാണ് വായിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ വളരെ ഡീമോട്ടിവേറ്റഡ് ആയി പോകുന്ന സമയത്ത് ഞാൻ കൂടുതലും മോട്ടിവേഷണൽ ബുക്സ് വായിക്കും. മാത്രമല്ല എൻ്റെ ഒരു ഫേവറേറ്റ് കാറ്റഗറി ഓഫ് ബുക്സ് എന്ന് പറയുന്നത് ട്രാവലോഗ്സ് അതുപോലെ തന്നെ മോട്ടിവേഷണൽ ബുക്സ് ആണ്. പിന്നെ ഞാൻ നോവൽസ് ഒക്കെ വളരെ കുറച്ചേ വായിക്കാറുള്ളൂ. അധികം നോവൽസ് ഒന്നും ഞാൻ വായിച്ചിട്ടില്ല. അപ്പോൾ ഈ ഒരു ബുക്കിനെ പറ്റി പറയുമ്പോൾ സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാർ, അതുപോലെ ലൈഫിൽ വളരെ പ്രൊഡക്റ്റീവായിട്ട് ജീവിക്കുന്ന ആൾക്കാർ അവരുടെ ലൈഫിലുള്ള പ്രധാനപ്പെട്ട 7 ശീലങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഈ ഒരു ബുക്കിൽ പല ചാപ്റ്ററായിട്ട് നമ്മളോട് പറഞ്ഞു തരുന്നത്. അപ്പം ആദ്യം തന്നെ ഈ ഒരു ഓഥറിനെ പറ്റി ഞാൻ പറയാം. ഇദ്ദേഹം ഒരുപാട് വലിയ സ്റ്റാർ ഹോട്ടൽസ്, അമേരിക്കയിലെ പല സ്റ്റാർ ഹോട്ടൽസിലെ സ്റ്റാഫിനൊക്കെ ട്രെയിനിങ് ഒക്കെ കൊടുത്തിട്ടുള്ള ഒരാളാണ്. അതുപോലെ ലോകത്തിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ലീഡിങ് കമ്പനീസിലെ എംപ്ലോയീസിന് ട്രെയിനിങ് കൊടുത്തിട്ടുള്ള ഒരാളാണ്. ഒരുപാട് വലിയ ബുക്സൊക്കെ ഓർഡർ ചെയ്ത, അതായത് ഫേമസ് ആയിട്ടുള്ള കുറേ ബുക്സൊക്കെ എഴുതിയിട്ടുള്ളൊരു വളരെ ഫേമസ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ് സ്റ്റീഫൻ ആർ കോവേ എന്ന് പറയുന്നത്. പിന്നെ ഈ ഒരു ബുക്കിൽ 7 ശീലങ്ങളെ പറ്റി പറയുന്നുണ്ട്. ആ 7 ശീലങ്ങൾ ഏതൊക്കെയാണെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ഒന്നാമത്തെ ശീലം എന്ന് പറഞ്ഞാൽ കർമ്മോദ്യുക്തനാവുക എന്നാണ്. അതായത് നമ്മൾ ആക്റ്റീവ് ആവുക. നമ്മുടെ ലൈഫിൽ നമുക്ക് സക്സസ്ഫുൾ ആവണമെങ്കിൽ നമ്മൾ ഒരു ഹാബിറ്റ് ഡെവലപ്പ് ചെയ്യണം. അതായത് ഒരു ഡു ഇറ്റ് നൗ ഹാബിറ്റ്. പ്രൊക്രാസ്റ്റിനേഷൻ എന്ന് പറയുന്ന ഒരു ബാഡ് ഹാബിറ്റിനെ എടുത്തു മാറ്റാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു നല്ല കാര്യമാണ് ഡു ഇറ്റ് നൗ. അതിനുവേണ്ടി കർമ്മോദ്യുക്തനാവുക എന്നുള്ളതാണ് ഫസ്റ്റ് ശീലം. വ്യക്തിപരമായ വീക്ഷണത്തിൻ്റെ പല തത്വങ്ങളും ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നുണ്ട്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ അവസാനം മനസ്സിൽ കണ്ടുകൊണ്ട് ആരംഭിക്കുക. നമുക്ക് എന്തൊരു കാര്യം നമ്മൾ പ്ലാൻ ചെയ്താലും, നമ്മൾ എന്തെങ്കിലും പ്രോജക്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി നമ്മൾ പ്ലാൻ ചെയ്താലും നമ്മളൊരു ഡെഡ് ലൈൻ വെക്കണം. ആ ഒരു ഡെഡ് ലൈനിനുള്ളിൽ അത് നമ്മൾ ഫിനിഷ് ചെയ്യണം. അപ്പം നമ്മൾ എന്നത്തേക്കിന് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്ന ഈ ഒരു കാര്യം തീർക്കും എന്ന് നമുക്ക് ആദ്യം തന്നെ ഒരു വ്യക്തമായ ധാരണ ഉണ്ടാവണം എന്നാണ് സെക്കൻഡ് ചാപ്റ്ററിൽ പറഞ്ഞിരിക്കുന്നത്. സെക്കൻഡ് ശീലം, രണ്ടാമത്തെ ശീലമായിട്ട് പറഞ്ഞിരിക്കുന്നത്. മൂന്നാമത്തെ ശീലം എന്ന് പറഞ്ഞാൽ ആദ്യം വേണ്ടതിന് മുൻഗണന നൽകുക. പ്രയോറിറ്റി മാറ്റേഴ്സ്. ഏതിനാണോ കൂടുതൽ പ്രയോറിറ്റി കൊടുക്കേണ്ടത്? ചിലപ്പോൾ നമുക്ക് ചെയ്യാൻ ഒരുപാട് പാടുള്ള അല്ലെങ്കിൽ ഒരുപാട് ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് നമ്മൾ മുൻഗണന കൊടുക്കേണ്ടി വരും. അതാണ് മൂന്നാമത്തെ ശീലം. നാലാമത്തെ ശീലം എന്ന് പറഞ്ഞാൽ പരസ്പര വിജയത്തെക്കുറിച്ച് ചിന്തിക്കുക. നമുക്ക് നമ്മുടെ സൊസൈറ്റിയിൽ ഡൈവേഴ്സ് ആയിട്ടുള്ള ചിന്തകൾ, കാഴ്ചപ്പാടുകൾ എല്ലാം ഉണ്ട്. അപ്പോൾ മറ്റൊരാൾ പറയുന്നതിനെ അക്സെപ്റ്റ് ചെയ്യാൻ നമ്മൾ പഠിക്കുക. അക്സെപ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ പോലും നമ്മൾ മാന്യമായിട്ട് അവരോട് പ്രതികരിക്കാൻ വേണ്ടി പഠിക്കുക. ഇപ്പോൾ ഞാൻ പറയുന്ന ഒരു കാര്യം മാത്രമാണ് ശരി, മറ്റൊരാൾ പറയുന്നത് ശരിയല്ല, തെറ്റാണ് എന്ന് പറയാൻ നമുക്കൊരു അവകാശവുമില്ല. നമ്മളുടെ കാഴ്ചപ്പാടും അവരുടെ കാഴ്ചപ്പാടും ഡിഫറെൻ്റ് ആണ്. സോ നമുക്കതിനെ ഒപ്പോസ് ചെയ്യാം. അതോടൊപ്പം തന്നെ അവർ പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. അപ്പം നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മളും മറ്റൊരാളും നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളും കൂടി ചേർന്ന് വേണം ഈ ഒരു സൊസൈറ്റിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ എന്നുള്ള ഒരു ധാരണ നമുക്ക് എല്ലാവർക്കും വേണം. നമ്മൾ വിജയിക്കുന്നതോടൊപ്പം നമ്മുടെ കൂടെ ഉള്ള ആൾക്കാരും വിജയിക്കണം. നെക്സ്റ്റ് അടുത്ത ശീലം എന്ന് പറയുന്നത് യോജിച്ച് പ്രവർത്തിക്കുക. മറ്റുള്ളവരോട് ഈ പറഞ്ഞ കാര്യമൊക്കെ തന്നെയാണ്, പക്ഷെ വളരെ വ്യക്തമായ രീതിയിൽ എങ്ങനെയാണ് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത് എന്ന് ഈ ഒരു ചാപ്റ്ററിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്.
ലാസ്റ്റ് വാളിന് മൂർച്ച കൂട്ടുക. അതായത് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുക. കൺസിസ്റ്റൻസി ഈസ് ദ കീ ടു സക്സസ് എന്ന് പറയുന്നത് വളരെ കറക്റ്റാണ്. പിന്നെ നമ്മൾ അഡോപ്റ്റ് ചെയ്യേണ്ട ചില പ്രത്യേക ശീലങ്ങളുണ്ട്, മറ്റ് ഉപേക്ഷിക്കേണ്ട ചില ബാഡ് ഹാബിറ്റ്സ് ഉണ്ട്. അതൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ ലാസ്റ്റായിട്ട് പറയുന്നത്. അപ്പം ഇത്രയുമാണ് ഈ ഒരു ബുക്കിൽ പറഞ്ഞിട്ടുള്ള 7 ശീലങ്ങൾ. വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് ഇത് വായിച്ചുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് ഒട്ടും ബോറടിക്കത്തില്ല. എനിക്ക് ഇതിനകത്ത് എന്നെ സ്ട്രൈക്ക് ചെയ്തിട്ടുള്ള ചില സെൻറ്റൻസസ് ഉണ്ട്, ഞാനത് ജസ്റ്റ് ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. ജയം ജയം ഫലപ്രദമാകണമെങ്കിൽ വ്യത്യസ്ത ഘടകങ്ങളുടെ പിന്തുണ ആവശ്യമാണ്. ട്രെയിനിങ്, പ്ലാനിംഗ്, കമ്മ്യൂണിക്കേഷൻ, ബജറ്റിംഗ്, നഷ്ടപരിഹാരം തുടങ്ങിയ എല്ലാ ഘടകങ്ങളും ജയം ജയം തത്വത്തിന് അധിഷ്ഠിതമായിരിക്കുന്നു. ഇനി അടുത്തൊരു സെൻറ്റൻസ്, വളരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന പൂച്ചെടിയുടെ ചുവട്ടിൽ വെള്ളം ഒഴിക്കണം. കണ്ടോ, എത്ര മനോഹരമായിട്ടാണ് ഈ ഒരു സെൻറ്റൻസ് വന്നിരിക്കുന്നത്. അത് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു മൈൻഡ് ബ്ലോവിങ് ആയിട്ടുള്ള ഒരു മൊമെന്റ് കിട്ടത്തില്ലേ. പിന്നെ വിദ്യാഭ്യാസ രംഗത്ത് വേണ്ട പൊളിച്ചെഴുത്തുകളെ പറ്റിയിട്ട് ഈ ഒരു ഭാഗത്ത് പ്രത്യേകം പറയുന്നുണ്ട്. ഒന്നാമതായി പ്രശ്നത്തെ മറ്റേ കക്ഷിയുടെ വീക്ഷണകോണിൽ കൂടി നോക്കിക്കാണുക. അതെ, നമ്മൾ പറയുന്നത് മാത്രമായിരിക്കത്തില്ല ശരി, അല്ല മറ്റുള്ളവർ പറയുന്നത്. മറ്റുള്ളവർ നമ്മളെപ്പോലെ ബുദ്ധിയും ചിന്തിക്കാനുള്ള കഴിവൊക്കെ ഉള്ളവരല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ നമ്മളെ എതിർക്കുന്നുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു വാലിഡ് റീസൺ ഉണ്ടാവും. അത് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ പോയിന്റ് ഓഫ് വ്യൂയിലൂടെ നമ്മൾ ചിന്തിക്കാൻ വേണ്ടി പഠിക്കുക. ഫലപ്രദമായി ആശയവിനിമയം നടത്താനുള്ള കഴിവ് നിങ്ങളുടെ കാര്യക്ഷമതയുടെ നിർണായക ഘടകമാണ്. കമ്മ്യൂണിക്കേഷന് ഒരാൾ സക്സസ്ഫുൾ ആകുന്നതിൽ വലിയൊരു പങ്കുണ്ട്. അതിനെ പറ്റിയിട്ടാണ് ഈ ഒരു പേജിൽ പറയുന്നത്. ജീവിതത്തിലെ ഏറ്റവും സുപ്രധാനമായ കഴിവാണ് ആശയവിനിമയത്തിൻ്റെത്. കണ്ടില്ലേ, നമ്മൾ സക്സസ്ഫുൾ ആവണമെങ്കിൽ നമ്മുടെ കൂടെ കുറച്ച് ആൾക്കാരെ നമ്മൾ ചേർത്ത് നിർത്തണം. അവരോടുള്ള നമ്മുടെ പെരുമാറ്റം, നമ്മുടെ കമ്മ്യൂണിക്കേഷൻ, അതിനൊക്കെ വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട്. നിങ്ങൾ ആരാണെന്ന് മറ്റുള്ളവർ പറയുന്നതോ അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് ഞാൻ എങ്ങനെ ചിന്തിക്കണമെന്ന് നിങ്ങളുടെ ആഗ്രഹമോ അല്ല. നിങ്ങളിൽ നിന്ന് എനിക്കുണ്ടാകുന്ന യഥാർത്ഥമായ അനുഭവത്തിൽ നിന്നാണത് മനസ്സിലാക്കേണ്ടത്. ഇതൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഇതിലെ ലൈൻസ് ആണ്. മറ്റൊരു മനുഷ്യജീവിയുടെ ഉള്ളിൽ എന്ത് നടക്കുന്നുവെന്ന് നമ്മൾ മനസ്സിലാക്കുന്നില്ല. യെസ്, നമ്മളെപ്പോഴും ഇങ്ങനൊരു സിനിമയിലെ ഡയലോഗില്ലേ, KPS ലളിത മാം പറയുന്നത്, മറ്റൊരാളുടെ അങ്ങനെ എന്തോ സൺഡേ ഹോളിഡേ എന്ന് പറയുന്നൊരു മൂവിയിൽ അങ്ങനെ ഒരു ഡയലോഗുണ്ട്. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളിൻ്റെ ഉള്ളിലൂടെ ചിന്തിച്ചാൽ എല്ലാവരും പാവങ്ങളാണ്, അങ്ങനെ എന്തോ. പിന്നൊരു കാര്യം ഇവിടെ പറഞ്ഞിട്ടുണ്ട്, 20 ചോദ്യങ്ങൾക്ക് തുല്യമാണ് ചുഴിഞ്ഞു നോട്ടം. നിരന്തരമായി ചുഴിഞ്ഞു നോക്കുന്നതാണ് മാതാപിതാക്കൾക്ക് കുട്ടികളോട് അടുപ്പം പുലർത്താനാവാത്തതിൻ്റെ പ്രധാന കാരണങ്ങളിലൊന്ന്. ഇവിടെ എനിക്ക് പറയാൻ ഞാൻ വിട്ടുപോയൊരു കാര്യമാണ്, പാരൻസും കുട്ടികളും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പിനെ പറ്റി ഇവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഓതറിൻ്റെ മക്കളും വൈഫുമായിട്ട് അവരുടെ ഒരു റിലേഷൻഷിപ്പൊക്കെ വളരെ നല്ല രീതിയിൽ, നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഒരു സിനിമ കാണുന്നത് പോലെ ഇതിനകത്തിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഓതർ ഫാമിലിക്ക് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു മനുഷ്യനാണ്. ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരാളുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ് ഫാമിലി എന്നാണ് നമ്മുടെ ഓതർ നമ്മളോട് പറയുന്നത്. അനുഭാവമുണ്ടെന്നറിയിക്കാൻ എപ്പോഴും സംസാരിക്കേണ്ട ആവശ്യം പോലുമില്ല. ഒരു റിലേഷൻഷിപ്പ് അഡ്വൈസ് കൂടിയാണ്. അനുഭാവപൂർണമായി ശ്രദ്ധിക്കാൻ സമയമെടുക്കും. അതെ, ഒരാളെ മനസ്സിലാക്കി വരാൻ നമുക്ക് ചിലപ്പോൾ കുറേ സമയമെടുത്തെന്ന് വരാം. അടുത്ത പ്രാവശ്യം ആരോടെങ്കിലും നിങ്ങൾ ആശയവിനിമയത്തിന് മുതിരുമ്പോൾ നിങ്ങളുടെ സ്വന്തം ആത്മകഥ മാറ്റിവെച്ചിട്ട് ആത്മാർത്ഥമായി മനസ്സിലാക്കാൻ ശ്രമിക്കുക. നമ്മളെപ്പോഴും എല്ലാവരെയും നമ്മളുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂയിലൂടെയാണ് കാണാൻ ശ്രമിക്കുന്നത്. അത് വേണ്ട. നമ്മൾ മാത്രമല്ല ഈ ലോകത്തിൽ ജീവിക്കുന്നത്, നമ്മുടെ സാഹചര്യങ്ങൾ മാത്രമല്ല ഈ ലോകത്തിലുള്ളത്. അതെല്ലാം അവിടെ വെച്ചിട്ട് മറ്റൊരാൾക്ക് പറയാനുള്ളതും കൂടി കേൾക്കാൻ കുറച്ച് സമയം വല്ലപ്പോഴും ഒക്കെ മാറ്റിവെക്കുന്നത് നമ്മളെ വളരാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ആളുകൾ വാചികമായി മനസ്സ് തുറന്നാലേ അവരോട് അനുഭാവം പ്രകടിപ്പിക്കാവൂ എന്നില്ല. കണ്ടോ, നല്ല സെൻറ്റൻസസ് അല്ലേ. നമുക്ക് ഒരാൾക്ക് ഇൻട്രോവേർട്സ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന പല സെൻറ്റൻസസും ഈ ഒരു ബുക്കിലുണ്ട്. കുട്ടികളുമായി നേരിട്ട് ഇടപഴകുക. നിങ്ങളുടെ വീട്ടിൽ, സ്കൂളിൽ അവർ നേരിടുന്ന പ്രശ്നങ്ങളെയും വെല്ലുവിളികളെയും അവരുടെ കണ്ണുകളിലൂടെ നോക്കിക്കാണുക. ജീവിത പങ്കാളിയുടെ കണ്ണുകളിലൂടെ ജീവിതത്തെ വീക്ഷിക്കുക. കണ്ടോ, ഇങ്ങനെ ഒരുപാട് ഈ ഒരു ബുക്സിൽ എനിക്ക് തോന്നുന്നു ഒരുപാട് എനിക്ക് ഫേവറേറ്റ്സ് ആയിട്ടുള്ള കുറേ സെൻറ്റൻസസ് ഉണ്ട്. അതെല്ലാം വായിച്ചു തീർത്താൽ ഈ ഒരു വീഡിയോ ഒരുപാട് ലെങ്തി ആവും. പിന്നെ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ്, ഞാൻ ഒരുപാട് മെഡിറ്റേഷൻ ചെയ്യാനൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. വല്ലപ്പോഴും ചെയ്യാറുള്ളൂ.
മാത്രമല്ല എനിക്ക് പ്രകൃതിയുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വളരെ ഇഷ്ടമാണ്. അത് വേറൊന്നുമല്ല, നമ്മൾ സൈലൻ്റ് ആയിട്ട് ഒന്നുകിൽ കുറച്ച് മരങ്ങളൊക്കെ ഉള്ള സ്ഥലത്ത് അല്ലെങ്കിൽ ആകാശം നോക്കിയൊക്കെ ഇരിക്കുമ്പോൾ നമുക്ക് കുറച്ച് പീസ് കിട്ടും. അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരു കോട്ടുണ്ട്. ചിലർക്ക് പ്രകൃതിയുമായി ആശയവിനിമയം നടത്തുമ്പോഴാണ് ഈ അനുഭവം ഉണ്ടാകുന്നത്. ഈ അനുഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ പീസ് ഓഫ് മൈൻഡ് ആണ് ഇവിടെ പറഞ്ഞു വരുന്നത്. തന്നിൽ ആഴ്ന്നിറങ്ങുന്നവരുടെ മേൽ പ്രകൃതി അനുഗ്രഹം കോരിച്ചെറിയും. ഇത് എത്രത്തോളം ശരിയാണെന്ന് എനിക്ക് അറിയത്തില്ല, പക്ഷെ കുറച്ച് സന്തോഷവും സമാധാനവും കിട്ടും. നമ്മൾ നമ്മുടെ മറ്റു തിരക്കുകളെല്ലാം മാറ്റി വെച്ചിട്ട് കുറച്ച് നേരം ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ നമുക്ക് എന്തായാലും കുറച്ച് സമാധാനമൊക്കെ കിട്ടുമല്ലോ. അതൊക്കെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. പിന്നെ കുറേ ഒരുപാടുണ്ട്. സമ്പത്ത് ഉണ്ടായിരിക്കുന്നതല്ല, സമ്പത്ത് ഉൽപ്പാദിപ്പിക്കാനുള്ള ശേഷി ഉണ്ടാക്കുന്നതാണ് പ്രധാനം. കേട്ടോ, ഇതൊക്കെ അടിപൊളിയായിട്ടുള്ള സെൻറ്റൻസസ് ആണ്, കോട്ട്സ് ആണ്. നമുക്ക് ലൈഫിൽ സക്സസ്ഫുൾ ആവാൻ വേണ്ടിയിട്ട് നമ്മളെ പ്രചോദനം നൽകുന്ന ഒരുപാട് വാക്കുകളുടെ അല്ലെങ്കിൽ സെൻറ്റൻസസിൻ്റെ ഒരു കലവറയാണ് ഈ ഒരു വേൾഡ് ഫേമസ് ബുക്ക്. അപ്പോൾ ഇങ്ങനത്തെ ബുക്സൊക്കെ ഇഷ്ടപ്പെടുന്നവരെ എന്തായാലും വായിച്ചിരിക്കേണ്ട ഒരു ബുക്കാണ്. ഞാനിതിൻ്റെ മലയാളം ബുക്കാണ് ഞാൻ വായിച്ചത്. ഇതിൻ്റെ ഇംഗ്ലീഷ് ബുക്ക് എൻ്റെ കയ്യിലില്ല. മാത്രമല്ല ഇത് ഞാൻ ലൈബ്രറിയിൽ നിന്ന് എടുത്ത ബുക്കാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു ബുക്ക് മോട്ടിവേഷണൽ കാറ്റഗറിയിലുള്ളൊരു ബുക്കാണ്. പിന്നെ ഇതിനകത്ത് കുറച്ച് ഹോട്ടൽ മാനേജ്മെൻറ്റിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഒരു സ്ഥാപനം നടത്തിപ്പിനെ പറ്റിയിട്ട് ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിക്കുന്നവർക്ക് ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ HR വിഭാഗത്തിൽ ജോലിക്കൊക്കെ ശ്രമിക്കുന്നവർക്ക് അല്ലെങ്കിൽ ആ ഒരു വിഭാഗത്തിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു ബുക്കിൽ പല ഭാഗത്തായിട്ട് പറയുന്നുണ്ട്. അപ്പം ഈ ഒരു ബുക്ക് വായിക്കാൻ താല്പര്യമുള്ളവർ അധികം സമയം കളയാതെ തന്നെ ഈ ഒരു ബുക്ക് വായിക്കുക. പിന്നെ ഇതിൻ്റെ പ്രൈസ് വരുന്നത് 195 റുപ്പീസാണ്, 195 രൂപയാണ്. അപ്പോൾ വളരെ നല്ലൊരു ബുക്കാണ്, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ബുക്കാണ്. അപ്പോൾ ഇത്രയും എനിക്ക് ഈ ഒരു ബുക്കിനെ പറ്റി പറയാനുള്ളൂ. താങ്ക് യു സോ മച്ച്.